ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം ഇന്ന് ദേശീയ അന്തർദേശീയ വാർത്തയാണ്. അത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുമുണ്ട്. അവിടെ ഇതെല്ലാം ഉണ്ട്, പക്ഷേ അത് കാണത്തക്ക രീതിയിലല്ല, അതെല്ലാം സെല്ലറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് കാണാൻ ഭാഗ്യമുണ്ടായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നോട് പലരും അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. കണ്ണഞ്ചിപ്പോയോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഈ കണ്ണഞ്ചിപ്പോയില്ലെന്ന് മാത്രമല്ല, ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും കണ്ണഞ്ചാൻ മാത്രമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. കാരണം ഇത്രയേറെ നവരത്നങ്ങൾ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഡിവോഷൻ, ഇതിൻ്റെ പിന്നിലുള്ളൊരു സമർപ്പണ ബുദ്ധി, അതാണ് നമുക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ നിധിശേഖരത്തെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതെന്നാണ് എൻ്റെ വിചാരം. രണ്ട് തരത്തിലുള്ള സമർപ്പണം. ഒന്ന്, ഇത് രാജാവിൻ്റെ മാത്രം സ്വർണ്ണമല്ല. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് ഭക്തജനങ്ങളും കൂടി പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ആഭരണങ്ങൾ, ഒഡിയാണം, മാല, മോതിരം, വള, പലതരത്തിലുള്ള ആഭരണങ്ങളാണ്. അതെല്ലാം നവരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതുമാണ്. എത്രത്തോളം ഭംഗിയാക്കാമോ അത്രത്തോളം, കാരണം ഭഗവാന് സമർപ്പിക്കാനുള്ളതാണ്. അത്രത്തോളം ഭംഗിയാക്കി തന്നാലാവുന്ന വിധം ഏറ്റവും കമനീയമാക്കി പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിൻ്റെ സ്വത്തായി അവിടെ സൂക്ഷിക്കപ്പെടും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.